ഹായ് ഫ്രണ്ട്സ്, നീലാഞ്ജന ഡയറീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളൊരു 5 ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നാട്ടിൽ വന്ന സ്ഥിതിക്ക് മക്കളെയും കൊണ്ടൊന്ന് പുറത്തു പോയി കറങ്ങാം എന്ന് ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. വെയിലൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഇറങ്ങി. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേരെയും കൊണ്ടൊക്കെ പുറത്തു പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ജാനുട്ടൻ്റെ അച്ഛനും ഉണ്ട്. ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം ജാനുട്ടനുണ്ട്. അങ്ങനെ ജാനുട്ടൻ്റെ അച്ഛനും ജാനുട്ടനുണ്ട് ഒരു വണ്ടിയിൽ, ഞങ്ങളെ 3 പേരും ഒരു വണ്ടിയിൽ. അമ്മയ്ക്ക് കാല് വയ്യാത്തത് കാരണം നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ വന്നില്ല. അമ്മയില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ വിളിച്ചതാണ് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ വരാഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നേരെ വയ്യാങ്കര ചിറക്കി യാത്ര തുടങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 കിലോമീറ്ററേ ഉള്ളൂ വയ്യാങ്കര ചിറയിലോട്ട്. അങ്ങനെ വയ്യാങ്കര ചിറ ഞങ്ങൾ എത്തി. ജാനൂട്ടൻ ലുക്കുവിൻ്റെ കൈ പിടിച്ച് പാർക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവൾ കേട്ടോ. ജാനൂട്ടൻ എന്തിനേക്കാളും പാർക്കിലൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഓടിച്ചാടി റൈഡിലൊക്കെ കയറാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മക്കൾ 2 പേരെയും കൈ പിടിച്ച് റോഡൊക്കെ ക്രോസ് ചെയ്ത് ചിറയിലോട്ട് പോയി. താഴെ കുത്തനെയുള്ള റോഡായതുകൊണ്ട് മക്കളുടെ കൈ പിടിച്ചില്ലെങ്കിൽ കേട്ടോ തെന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബ്ലീച്ചിങ് പൗഡറൊക്കെ വിതറിയിട്ടുണ്ട് പായലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ്. ബോട്ടിലൊക്കെ റൈഡിങ് നടത്തുവാണെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വയ്യങ്കര ചിറയുടെ അകത്തോട്ട് കയറി. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ കാണാൻ. പക്ഷേ ഞാൻ ആദ്യം വരുന്ന സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഫുള്ള് പായലായിട്ടുണ്ട് കേട്ടോ. പായൽ നിറഞ്ഞു കിടക്കും. അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കളെ അതെല്ലാം കാണിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് നടക്കുകയാണ്. അവിടെ ഇങ്ങനെ വരാലിന് 350 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ പോയിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടോട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്. മക്കളെയും കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി. ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ പേരിങ്ങനെ ബോട്ടിങ്ങൊക്കെ നടത്തുന്നുണ്ട്. മക്കളുള്ള കാരണം വെള്ളത്തിലോട്ടൊന്നും അധികം ഇറങ്ങണ്ട. പിള്ളേരുടെ സേഫ്റ്റിയാണല്ലേ നമുക്ക് പ്രധാനം. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ നിന്നില്ല. എല്ലാവരും ബോട്ടിങ് നടത്തുന്നതും കയാക്ക് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല രസമല്ല ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല ഭംഗിയല്ലേ. ബോട്ടിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പിള്ളേരുള്ള കാരണം ഞങ്ങളും കയറിയില്ല. അവരൊറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കാഴ്ച കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അതിനകത്ത് കുറേ കുഞ്ഞു മീനുകളുണ്ടായിരുന്നു കേട്ടോ. ലുക്കുവിനാണെങ്കിൽ മീനിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കുഞ്ഞുമ്മൂമ്മി, വലിയ ഉമ്മൂമ്മി, അച്ഛ ഉമ്മൂമ്മി, അമ്മ ഉമ്മൂമ്മി എന്നൊക്കെ അവൾ പറയാറ്. അങ്ങനെ ഉമ്മൂമ്മയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ രണ്ടുപേരും നിർത്തി കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തു. എന്നിട്ട് അവിടെ ഇങ്ങനെ നടന്ന് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് ഓരോ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ബോട്ടിങ് നടത്തുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ട് കയാക്കിനെ കാണാൻ. ഓരോ ദിശയൊക്കെ അവർ എങ്ങനെ തുഴയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അവർ തുഴയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പിള്ളേർ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്, പാർക്കിലേക്ക്. ജാനുട്ടന് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവൾക്കറിയാം പാർക്കിനെ കുറിച്ച്. അവൾ വേഗം ഓരോ റൈഡിലും ആരോട് ചോദിക്കാനില്ല, അവൾ കയറിപ്പൊക്കോളും. അവൾക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പാർക്ക്. ചേച്ചിയുടെ പുറകിന് കൈയും പിടിച്ച് അവളും പോകുന്നുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ കയറിയത്, അവർ കയറ്റിയത് താറാവിൻ്റെ മണ്ടയ്ക്ക് കേട്ടോ. കുറച്ച് നേരം താറാവിന് ചുറ്റും ഇങ്ങനെ കറങ്ങി തല ചുറ്റി. പിന്നെ നേരെ ഞങ്ങൾ റൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനോട്ട് ഫസ്റ്റിലെ ഓടി. അച്ഛനും കൂടെ ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ അവൾ പോയിട്ടുണ്ട്. രുക്കുനാണ് ഒരു പേടി, വീഴുമോ എന്നുള്ള പേടി കാരണം അവൾ കയറിയില്ല കേട്ടോ. ഇതിൽ കയറിയത് കാരണം അച്ഛൻ്റെ കൈ പിടിച്ച് അവളും കയറിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പം അവൾക്ക് ആഗ്രഹം തോന്നുന്നില്ല കയറാൻ. പിന്നെ വെളിച്ചേട്ടനോട് നിന്നിട്ട് അവളെ ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ ചാടിച്ചു. അത് കഴിഞ്ഞപ്പം അക്വേറിയം ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഭാഗത്ത് അക്വേറിയം ഉണ്ട്. കുറേ വലിയ മീനുകളും ചെറിയ മീനുകളും. രുക്കും പറഞ്ഞില്ലേ, രുക്കുവിന് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജാനൂട്ടന് പാർക്ക് റൈഡിങ് ആണ് ഇഷ്ടം. രുക്കുവിന് ഇങ്ങനെ ഉമ്മൂമ്മയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ടല്ലേ കുഞ്ഞു മീനുകളെ കാണാനായിട്ട്. എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഊഞ്ഞാലാടാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി അടുത്ത റൈഡിലോട്ട് കയറാൻ പോയി. ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. രുക്കുവിനും ഇഷ്ടമാണ്, ജാനൂട്ടനും ഇഷ്ടമാണ്. 2 പേരെ ഓരോരോ ഊഞ്ഞാലിൽ വെച്ചിട്ട് ഇരുത്താൻ പറ്റും. രുക്കുവാണ് ചിറ്റപ്പൻ്റെ ഭയങ്കര കാര്യം കേട്ടോ. ചിറ്റപ്പൻ്റെ കൈ പിടിച്ച് അടക്കണം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജാനൂട്ടനെ ആദ്യം ആ ഊഞ്ഞാലിരുത്തി. രുക്കുവിന് സേഫായിട്ട് ഈ ഊഞ്ഞാലിരുത്തി. വീഴൊന്ന് പേടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിലായിരിക്കും സേഫ് അവളിരിക്കാൻ. പക്ഷേ ജാനൂട്ടന് ഊഞ്ഞാലിലൊക്കെ ആടാൻ അറിയാം. അവളെ അങ്ങനെ ഇരുത്തിയാൽ മതി. പിന്നെ ഒന്ന് ഊഞ്ഞാലൊന്ന് ആട്ടി കൊടുത്താൽ മതി, അവൾ ഹാപ്പിയാവും. അങ്ങനെ 2 പേരെയും കുറേ നേരം ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ. മടുപ്പൊന്നും തോന്നത്തില്ല അവർക്ക്.
അങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടിക്കഴിഞ്ഞിട്ട് അടുത്ത റൈഡിലേക്ക് കയറി. ഇത് നല്ല രസമുണ്ടല്ലേ. ഞങ്ങളിങ്ങനെ അവർ ഓരോ റൈഡിൽ കയറുന്ന നോക്കി 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 ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ വായി നോക്കിയിരുന്ന് ഞങ്ങളുടെ നേരെ ഇങ്ങനെ പോവാണ്. പക്ഷെ പിള്ളേരെ സന്തോഷം, മക്കളുടെ സന്തോഷം കാണുമ്പോൾ നമ്മളും ഹാപ്പി ആവുമല്ലോ. അങ്ങനെ ഓരോ റൈഡിൽ കയറി 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 രുക്കും ആദ്യമായിട്ടോ ഈ റൈഡിലേക്ക് കയറുന്നത്. ഇതിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളതാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ റൈഡിലെല്ലാം കയറി കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിൽ കയറി കേട്ടോ. ട്രെയിനിൽ കയറിയപ്പം രുക്കു ഒന്ന് പേടിച്ചു. ഞാനൊട്ടും കുഴപ്പമില്ല. രുക്കു ഒന്ന് പേടിച്ചു. ഒറ്റയ്ക്കൊക്കെ ഇരുത്തി ഇങ്ങനെ കറക്കൊക്കെ കണ്ടപ്പോൾ രുക്കു ആകെ പരിഭ്രാന്തിയായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അച്ഛൻ പിന്നെ അവിടെ അടുത്തുള്ളത് കൊണ്ട് കാരണം കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അങ്ങനെ ട്രെയിനിൽ കറക്കം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒന്ന് വെയിൽ മങ്ങിയപ്പം തിരിച്ചാദ്യം വന്ന സ്പോട്ടിൽ തന്നെ തിരിച്ച് ഞങ്ങൾ വന്നു. തിരിച്ച് വന്നിട്ട് ഉമ്മുമ്മയെ കണ്ടിട്ട് പിന്നെ അവിടെ കുറേ നേരം നിന്നു. പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ മക്കളുടെ ഇടയിൽ നിന്നുണ്ട് കേട്ടോ. അവർക്ക് തീരെ ഇഷ്ടമല്ല വീട്ടിൽ പോകുന്നത്. ഇവിടെ നിന്നാൽ മതി, പാർക്കിലേക്ക് ഇറങ്ങി ഉമ്മുമ്മയെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണം പിള്ളേരെ അവിടെ നിന്ന് വീട്ടിലെത്തിക്കാൻ. അതൊരു ഒന്നൊന്നര ചടങ്ങാണല്ലോ. പിള്ളേരെ എണീപ്പിക്കാനായിട്ട് വലിയ പാടുപെടും. അങ്ങനെ ആ കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്നാൽ തിരിച്ചു പോരണമല്ലോ. ജാനൂട്ടനങ്ങ് ആദ്യമേ പോയി കേട്ടോ. ചേട്ടനാണെങ്കിൽ വീട്ടിൽ ചെല്ലേണ്ട ആവശ്യമുള്ളത് കാരണം ജാനൂട്ടന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുഞ്ഞിനും അപ്പോൾ അതിൻ്റെതായ ക്ഷീണം കാണുമല്ലോ. അപ്പോൾ ചേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ആനേടിയിലേക്ക് പോകേണ്ടത് കൊണ്ട് ചേട്ടനും ജാനൂട്ടനും അങ്ങ് പോയി കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു കുഞ്ഞ്. ഞങ്ങൾ വിട്ട് പോകുന്നതിനും ലുക്കുനെ വിട്ട് പോകുന്നതിനും ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ എങ്ങനെയൊക്കെ മുട്ടായി കൊടുത്ത് ഓക്കെ ആക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളും പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. രുക്കുവിന് ഭയങ്കര പാടായിരുന്നു കേട്ടോ അവളെ അവിടെ നിന്ന് ഇറക്കാൻ. പിന്നെ ഞാനും വിളിച്ചേട്ടൻ പറഞ്ഞ് ഐസ്ക്രീം മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെയും പതുക്കെ അവിടെ നിന്ന് ഊഞ്ഞാലെന്നൊക്കെ ഇറക്കിയത് കേട്ടോ. എന്നിട്ട് പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു. മൊത്തം കൊടുക്കില്ല കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങളവളെ പറ്റിക്കും. ഇച്ചിരി അമ്മയ്ക്ക് തായോ ഇച്ചിരി അച്ഛന് തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പകുതി ഞങ്ങളകത്താക്കിയിട്ടേ അവൾക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്ത് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീം മൊത്തം അകത്താക്കിയിട്ട് ഞാനും രുക്കുവും പിന്നെ ചേട്ടനും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. രുക്കുവാണെങ്കിൽ ഐസ്ക്രീം തീർത്തിട്ടില്ല, കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ കയ്യിലിങ്ങനെ ഐസ്ക്രീമിൻ്റെ ആ ബോളും സ്പൂണും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. താഴെ അങ്ങ് കളയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഡസ്റ്റ്ബിനിൽ തന്നെ ഇടണം, താഴെ അങ്ങ് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിനിച്ചേട്ടൻ അവളെ കൊണ്ട് അത് ഡസ്റ്റ്ബിനിൽ ഇടുകയാണ് കേട്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക്കും ചവറുകളൊക്കെ നമ്മളെന്തിനാ നമ്മുടെ പ്രകൃതി നശിപ്പിക്കുന്നത്? താഴെയൊക്കെ ഇട്ടിട്ട് നമ്മളല്ലേ നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത്. അപ്പം കുഞ്ഞു മക്കൾക്ക് അവർ വളരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് പതുക്കെ കയറ്റം കയറുകയാണ് കേട്ടോ. ഭയങ്കര ഒരു കയറ്റം ഇറക്കുവാണ് അവിടെ ആ വഴിയിൽ. അങ്ങനെ കയറ്റമൊക്കെ കയറി ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് പതുക്കെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയിപ്പോൾ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം.